IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 ജില്ലാ കളക്ടർമാരടക്കം 25 IAS ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയും മാറ്റി. എറണാകുളം കളക്ടറായിരുന്ന NSK ഉമേഷാണ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, വലിയ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിലവിലെ ക്രമീകരണങ്ങൾ? ആരൊക്കെയാണ് പുതിയ ഉദ്യോഗസ്ഥർ? ആർക്കൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങൾ? സേതു, സമീപകാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ സ്ഥാനചലനമാണ് ഇപ്പോൾ. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർക്കാണ് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. 25 ഉദ്യോഗസ്ഥരെ പല ഇടങ്ങളിലേക്കായി, പല സ്ഥാനങ്ങളിലേക്കായി മാറ്റിയിട്ടുണ്ട്. അതിൽ 4 ജില്ലാ കളക്ടർമാർക്ക് മാറ്റമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് G. പ്രിയങ്കയാണ് പുതിയ എറണാകുളം കളക്ടറായിട്ട് വരിക. MS മാധവിക്കുട്ടി പാലക്കാട് കളക്ടറാവും. ചേതൻകുമാർ മീണയാകും കോട്ടയം കളക്ടറാവുക. ഡോക്ടർ ദിനേശ് ചെറുവത്ത് ഇടുക്കി കളക്ടറുമാകും. അങ്ങനെ 4 കളക്ടർമാർക്ക് മാറ്റമുണ്ട്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മാറ്റിയിട്ടുണ്ട്. എറണാകുളം കളക്ടറായിരുന്ന NSK ഉമേഷിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാക്കിയിരിക്കുന്നത്. K. വാസുകിയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന S. ഷാനവാസാകും തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ S. ചിത്രയാകും ആ സ്ഥാനത്തേക്ക് വരിക. എന്തായാലും ഇത്രയധികം ആളുകളെയാണ് ഒരുമിച്ച് ഇപ്പോൾ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്ത് ഏറ്റവും വലിയ സ്ഥാനചലനമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. 25 പേരെയാണ് ഒരുമിച്ച് പല സ്ഥാനങ്ങളിലേക്കാക്കി മാറ്റിയിരിക്കുന്നത്. സേതു. ഓക്കെ ബിനിൽ, ശരി. അപ്പോൾ IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടന്നിരിക്കുന്നു. വലിയ അഴിച്ചുപണി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സമീപകാലത്തിനിടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയൊരു അഴിച്ചുപണി. 25 ഉദ്യോഗസ്ഥരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊക്കെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത്.